തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ പായിപ്ര ഗ്രാമപഞ്ചായത്തിൽ നിന്നും മത്സരിക്കുന്ന UDF സ്ഥാനാർത്ഥികൾക്ക് പിന്തുണ നൽകുവാൻ വെൽഫെയർ പാർട്ടി പായിപ്ര ഇലക്ഷൻ കൺവെൻഷൻ തീരുമാനിച്ചു. പഞ്ചായത്തിൽ നിന്നും ഗ്രാമ, ബ്ലോക്ക്, ജില്ലാ പഞ്ചായത്തുകളിലേക്കും മത്സരിക്കുന്ന UDF സ്ഥാനാർത്ഥികൾക്ക് പിന്തുണ നൽകുവാനും അവർക്ക് വേണ്ടി പ്രവർത്തന രംഗത്ത് ഇറങ്ങുവാനുമാണ് തീരുമാനിച്ചിരിക്കുന്നത്. വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പായിപ്ര പഞ്ചായത്തിൽ ഗ്രാമ, ബ്ലോക്ക്, ജില്ലാ പഞ്ചായത്തുകളിലേക്ക് മത്സരിക്കുന്ന UDF സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കാൻ രംഗത്തിറങ്ങണമെന്ന് വെൽഫെയർ പാർട്ടി പായിപ്ര പഞ്ചായത്ത് ഇലക്ഷൻ കൺവെൻഷൻ പ്രവർത്തകരോട് ആവശ്യപ്പെട്ടു. വെൽഫെയർ പാർട്ടി ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം KH സദാഖത്ത് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസിനെ സപ്പോർട്ട് ചെയ്യുവാനും ഈ രാജ്യത്തിന്റെ ജനാധിപത്യ സംവിധാനങ്ങളെ പിടിച്ചെടുക്കുവാനും ഒരു വ്യക്തി ഒറ്റക്കിറങ്ങി പുറപ്പെടുമ്പോൾ അതിന് പിന്തുണ കൊടുക്കാൻ ഈ രാജ്യത്തെ പ്രതിപക്ഷ കക്ഷികൾക്ക് പല ഘട്ടങ്ങളും കഴിഞ്ഞില്ല എന്നുള്ളതിന്റെ വലിയ ഉദാഹരണമാണ് വീണ്ടും 2024 പാർലമെന്റ് തെരഞ്ഞെടുപ്പില് നരേന്ദ്രമോദി അധികാരത്തിലേറിയത്. അതിൽ കേരളത്തിലേക്ക് വരുമ്പോഴും സുരേഷ് ഗോപി വിജയിച്ചു പോയത് 50,000-ഓളം വോട്ടുകളാണ് കൂട്ടിച്ചേർത്തത്. വെൽഫെയർ പാർട്ടി പായിപ്ര പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ഷാജി KS കൺവെൻഷനിൽ അധ്യക്ഷത വഹിച്ചു. മുസ്ലിം ലീഗ് മണ്ഡലം പ്രസിഡന്റ് PA ബഷീർ, വെൽഫെയർ പാർട്ടി മൂവാറ്റുപുഴ മണ്ഡലം സെക്രട്ടറി അൻവർ TU, പള്ളിപ്പടി യൂണിറ്റ് സെക്രട്ടറി നാസർ TA, വിവിധ വാർഡുകളിലേക്ക് മത്സരിക്കുന്ന കോൺഗ്രസ് സ്ഥാനാർത്ഥികളായ ജസീന അലി, AA നിഷാദ്, മുഹമ്മദ് ഷാഫി, PM അബൂബക്കർ, മൻസൂർ ചേന്തര, KH സിദ്ദിഖ്, KV കമലുദ്ദീൻ, നജി ഷാനവാസ് തുടങ്ങിയവർ കൺവെൻഷനിൽ പങ്കെടുത്തു. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും.